ജനാലച്ചില്ല് തകർത്ത് പന്ത് ഉള്ളിലേക്ക് കടന്നു വന്നു. ചെറുചിരിയോടെ അവൾ അതിനു നേരെ നോക്കി. താഴെ കുട്ടികളുടെ ബഹളം കേൾക്കാം. ലക്ഷ്മിക്കുട്ടി മെല്ലെ ജനാലയുടെ അടുത്തേക്ക് നടന്നു. അതിനടുത്തെത്തി അവൾ താഴേക്ക് നോക്കി. ഓടിക്കോടാ! കുട്ടികൾ തിരിഞ്ഞോടി. പുഞ്ചിരിയോടെ അവൾ അത് നോക്കി നിന്നു. ദൂരെ ചക്രവാളത്തിൽ ഇരുണ്ട മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. മഴയ്ക്കുള്ള പുറപ്പാടാണ്. പഴകി ദ്രവിച്ച ജനാലപ്പടികളിൽ ചിതലുകൾ ഇഴയുന്നുണ്ട്. മങ്ങിയ ജനൽ ചില്ലുകളിൽ പലതിലും പായൽ നിറഞ്ഞിരിക്കുന്നു. അടർന്നു വീണ ജനാലച്ചില്ലിലെ വിടവിലൂടെ അവ്യക്തമായ കാഴ്ചകൾ കുറച്ചുകൂടി സുതാര്യമാണ് ഇപ്പോൾ. അതിനടുത്തേക്ക് നീങ്ങാൻ കാലിലെ ചങ്ങലകൾ അനുവദിച്ചില്ല. അത് അതിരുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിന്നിലേക്ക് വലിച്ചു. ഉടഞ്ഞ ചില്ലുകൾ തറയിൽ ചിതറിക്കിടന്നു. ഇതിനു മുകളിൽ വർഷങ്ങളായി താൻ ബന്ധനത്തിലാണ്. മനസ്സിലും ശരീരത്തിലും ചങ്ങലകൾ ബന്ധിച്ച് പൊടിപിടിച്ച കട്ടിലിൽ മാറാലയോടൊപ്പം താൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. തനിയെ. പണ്ടൊക്കെ ആരൊക്കെയോ തന്നെ കാണാൻ മച്ചിന് മുകളിലേക്ക് വന്നിരുന്നു. വാതിലിൻ്റെ വിടവിലൂടെ തന്നെ നോക്കി നിന്ന പല മുഖങ്ങളും ആരാണെന്ന് പോലും തനിക്കറിയില്ല. ചില മുഖങ്ങളിൽ കരുണയും, ചില മുഖങ്ങളിൽ ദേഷ്യവും, ചിലതിൽ പരിഭവവും പ്രതിഫലിച്ചിരുന്നു. ഇപ്പോൾ ആരും ഇവിടേക്ക് വരാറില്ല. എല്ലാവരും തന്നെ മറന്നിരിക്കുന്നു. ലക്ഷ്മിക്കുട്ടി തിരികെ വന്ന് കട്ടിലിലേക്ക് ഇരുന്നു. മിന്നലിൻ്റെ അകമ്പടിയോടെ മഴ പറന്നു വന്നു. ഓടിൻ്റെ പാളികൾക്കിടയിലൂടെ അരിച്ചിറങ്ങി വന്ന മഴവെള്ളം മുന്നിൽ തുള്ളികളായി പതിക്കുവാൻ തുടങ്ങി. നേർത്ത ചാലുകളായി അത് ഇഴഞ്ഞു നീങ്ങി ചിതറിക്കിടക്കുന്ന മഞ്ചാടിമണികൾക്കിടയിലൂടെ വിണ്ടുകീറിയ മച്ചിൻ പുറത്തെ വിടവുകളിലൂടെ താഴേക്കൊഴുകി. അത് നോക്കി ദീർഘനിശ്വാസത്തോടെ അവൾ കട്ടിലിൽ കാൽ കയറ്റി വച്ചിരുന്നു. ബന്ധനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചങ്ങലകൾ ചിലമ്പി. മനസ്സിലൂടെ കടന്നുപോയ ഓർമ്മകൾക്ക് വീണ്ടും വസന്തം. കാലം പിന്നിലേക്ക് ഓടി. ചന്ദനത്തിൻ്റെ ഗന്ധം പടർന്ന തറവാട് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിൽ സോപാനത്തിൽ നിന്ന് കൃഷ്ണനുണ്ണി ഇടയ്ക്കയിലുയർന്ന താളത്തിനൊപ്പം കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നു. അതുകേട്ട് മതിമറന്ന് താൻ നിന്നു. ഒരിക്കൽ ജോലി തേടി ഇടയ്ക്കയും തോളിൽ തൂക്കി മംഗലത്ത് തറവാട്ടിലേക്ക് വന്നു കയറിയ നാൾ മുതൽ കൃഷ്ണനുണ്ണി തൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ സോപാനത്തിൽ കൊട്ടിപ്പാടുകയാണ്. നടക്കു കൂട്ടിയെ, എന്നും കേൾക്കണതല്ലേ ഇത്? മുത്തശ്ശി തൻ്റെ നീരസം മറച്ചു വെച്ചില്ല. എന്തു ഭംഗിയായിട്ടാ അയാൾ പാടണത്. നീ ഇവിടെ നിന്നോ, ഞാൻ പോവാ. അനന്തുവിനെ കൂട്ടി വേഗം വന്നോളൂ. മുത്തശ്ശി വേഗത്തിൽ തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. അനന്തുക്കുട്ടൻ ശ്രീകോവിലിന് ചുറ്റും ഓടിക്കളിക്കുകയാണ്. തൻ്റെ സഹോദരൻ രഘുവേട്ടൻ്റെ മകനാണ്. താനുമായിട്ടാണ് അവന് ഏറ്റവും അടുപ്പം. ഇടയ്ക്ക കഴുക്കോലിൽ തൂക്കി തൊഴുത് കൃഷ്ണനുണ്ണി തിരിഞ്ഞു നോക്കി. അവൾ തലകുനിച്ചു നിന്നു. വാഴയിലെ കീറിൽ പ്രസാദവുമായി അവൻ അവളുടെ അടുത്തേക്ക് വന്നു. തമ്പുരാട്ടി ഒരുപാട് നേരമായോ വന്നിട്ട്? അവൾ മുഖമുയർത്താതെ തലയാട്ടി. കുട്ടി വരൂ, പോകാം. അനന്തുവിനെ അവൾ അടുത്തേക്ക് വിളിച്ചു. അവൻ ചെറിയമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. കൃഷ്ണനുണ്ണി പ്രസാദം ലക്ഷ്മിയുടെ കൈകളിലേക്ക് കൊടുത്തു. അത് അവൾ വാങ്ങി. നന്നായിരുന്നു പാടിയത്, ലക്ഷ്മി പറഞ്ഞു. കൃഷ്ണനുണ്ണി മന്ദഹസിച്ചു. കൃഷ്ണ! ശാന്തിക്കാരൻ തിടപ്പള്ളിയിൽ നിന്നും വിളിച്ചു. ഓ! അയാൾ അങ്ങോട്ടേക്ക് തിടുക്കത്തിൽ പോയി. അവൾ വിടർന്ന മിഴികളോടെ അവനെ നോക്കി നിന്നു. അനന്തുക്കുട്ടൻ അവളുടെ കൈവിട്ട് പുറത്തേക്ക് ഓടി. തൊഴുത് മതിൽക്കെട്ടിന് പുറത്തിറങ്ങി തിരിഞ്ഞു നടക്കുമ്പോൾ ദാവണിയുടെ തുമ്പ് ഉണങ്ങിയ തുളസിച്ചെടികൾ പിടിച്ചു വലിച്ചു. തിരിഞ്ഞു നിന്ന് ചെടികളിൽ നിന്നും അത് തിരിച്ചെടുക്കുമ്പോൾ കണ്ണും മനസ്സും കൃഷ്ണനുണ്ണിയെ പരതി. തന്നോട് വളരെ ബഹുമാനത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. തൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടെന്ന് അയാൾക്കറിയില്ല. അത് പറയാനായിട്ടാണ് താൻ ക്ഷേത്രത്തിൽ നിത്യസന്ദർശകയായത്.
പക്ഷേ അതിനുള്ള അവസരം ഇതുവരെ വന്നില്ല. 1 വർഷത്തിലേറെ കഴിഞ്ഞിരിക്കുന്നു തൻ്റെ ശ്രമം. പതിവ് പോലെ ഇന്നും തനിക്ക് അതിന് സാധിച്ചില്ല. അവൾ അനന്തുവിൻ്റെ പിന്നാലെ ഓടി. പൂജാരി വിളക്കുകൾ അണച്ച് ക്ഷേത്രത്തിൻ്റെ വാതിൽ വലിച്ചടച്ചു. അവൾ ഓർമ്മകളിൽ മുഴുകിയിരുന്നു. പാലപൂത്ത ഗന്ധവുമായി ഇളം കാറ്റ് പടർന്നു കിടന്ന മുടിയിഴകളെ തഴുകിക്കൊണ്ടിരുന്നു. ജനാലച്ചില്ലിലൂടെ പൗർണമിചന്ദ്രൻ്റെ വെളിച്ചം മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു. അവളുടെ മുഖം വിടർന്നു. മെല്ലെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ആ വെളിച്ചത്തിലേക്ക് നടന്നു. താഴെ കുളപ്പടവിലേക്ക് നീളുന്ന വഴിയിൽ കുറ്റിച്ചെടികൾ പടർന്നു കിടന്നു. കുളത്തിലെ വെള്ളം സ്ഫടികം പോലെ തിളങ്ങി. ദൂരെ ക്ഷേത്രത്തിന് മുന്നിൽ ആരോ കൊളുത്തിയ തിരി അണയാറായിരിക്കുന്നു. മനസ്സ് വീണ്ടും ഓർമ്മകളെ തിരഞ്ഞു. അന്ന് കാർത്തിക നാളിൽ ചുറ്റുവിളക്ക് കൊളുത്തുമ്പോൾ ഓരോ നാളത്തിലും തൻ്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു. മിഴികൾ കൃഷ്ണനുണ്ണിയെ തിരഞ്ഞു. കൽവിളക്കിൽ എണ്ണ പകർന്നുകൊണ്ടിരുന്ന അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹൃദയം പെരുമ്പറ മുഴക്കി. 1000 ദീപങ്ങളെ സാക്ഷി നിർത്തി അന്ന് തൻ്റെ പ്രണയം അവനോട് പറഞ്ഞു. വേണ്ട തമ്പുരാട്ടി, നിങ്ങൾ വലിയ ആളുകളാണ്. ഞാൻ നിങ്ങളുടെ ആശ്രിതൻ മാത്രമാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് തമ്പുരാട്ടി. എന്നെയും വലിയ തമ്പ്രാന് വലിയ വിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലാണ് എൻ്റെ അമ്മയും ഞാനും അല്ലലില്ലാതെ കഴിയുന്നത്. തമ്പുരാട്ടിയുടെ വേളി വലിയ ആർഭാടത്തോടെ നടത്തുന്ന കാര്യം ഇന്നലെ കൂടി പറഞ്ഞു എന്നോട്. ഏതോ വലിയ കോവിലകത്തെ ഒറ്റ അവകാശി. അവരൊക്കെ തമ്പുരാട്ടിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ്. അതിനിടയ്ക്ക് ഇതൊന്നും വേണ്ട. മാത്രമല്ല, അതൊരിക്കലും നടക്കാത്ത കാര്യവുമാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനിനി ഇങ്ങോട്ട് വരില്ല. അയ്യോ, ഇഷ്ടക്കേട് കൊണ്ടല്ല. തമ്പുരാട്ടി ആരാ ഇഷ്ടപ്പെടാത്തത്? ഈ കത്തുന്ന വിളക്കുകളേക്കാൾ ശോഭയുണ്ട് തമ്പുരാട്ടിയുടെ മുഖത്ത്. അവൾ കൃഷ്ണനുണ്ണിയെ തുറിച്ചു നോക്കി. ഈ തമ്പുരാട്ടി വിളി നിർത്തുക. ആദ്യം ലക്ഷ്മി എന്ന് വിളിക്കാം. എന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയാം. വിളിച്ച് ശീലിച്ചു പോയില്ലേ തമ്പുരാട്ടി? മാത്രമല്ല, വേളി ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് കോലോത്തുള്ളവർ അത് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും. എൻ്റെ ഇഷ്ടത്തിനെതിരായി ആരും ഒന്നും ചെയ്യില്ല. ശരിയായിരിക്കാം. പക്ഷേ ഇതൊന്നും ഒരിക്കലും അവർ അംഗീകരിക്കില്ല. അറിയേണ്ട താമസം. എന്നെ പടിക്ക് പുറത്താക്കും. വെറുതെ സ്നേഹമുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കണോ? തമ്പുരാട്ടിയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. യോഗ്യത അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? എന്തു കുറവാണ് താങ്കൾക്കുള്ളത്? എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ കലാകാരനല്ലേ? അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, സംഗീതം മഹാലക്ഷ്മിയാണെന്ന്. പിന്നെന്താ? വേഗം പറയൂ, എന്നെ ഇഷ്ടമല്ലേ? തമ്പുരാട്ടി ക്ഷമിക്കണം. ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അതുപോലെയല്ല യാഥാർത്ഥ്യം. ഞാനിവിടുത്തെ ഒരു ആശ്രിതൻ മാത്രം. അങ്ങനെ കഴിയാനാണ് എനിക്കിഷ്ടം. എല്ലാം മറക്കുക. കൃഷ്ണനുണ്ണി തിരിഞ്ഞു നടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് അടയ്ക്കപ്പെട്ട ശ്രീകോവിലിന് മുന്നിൽ തൊഴുകയുമായി നിൽക്കുമ്പോൾ അവൾ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു. സോപാനത്തിൽ മുഴങ്ങുന്ന ഇടയ്ക്കയുടെ താളത്തിനൊപ്പം അവളുടെ ഹൃദയവും മിടിച്ചുകൊണ്ടിരുന്നു. തൻ്റെ പ്രണയത്തെ അവൾ നോക്കി നിന്നു. നടയടയ്ക്കുന്നതുവരെ പ്രതീക്ഷയോടെ കാത്തുനിന്നിട്ടും കൃഷ്ണനുണ്ണിയുടെ ഭാഗത്തു നിന്നും തൻ്റെ നേരെ ഒരു നോട്ടം പോലും ഉണ്ടായില്ല. അന്ന് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുമ്പോൾ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ആരും കാണാതിരിക്കാൻ താൻ വളരെയേറെ പണിപ്പെട്ടു. ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇടയ്ക്ക് എഴുന്നേറ്റ് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ക്ഷേത്രമുറ്റം. കൽവിളക്കിൽ തിരികൾ പടർന്നു കത്തുന്നുണ്ട്.
മനസ്സ് വല്ലാതെ പിടയ്ക്കുന്നു. തിരികെ കിടക്കയിലേക്ക് വന്നു വീണു. പിറ്റേന്ന് പതിവ് പോലെ ക്ഷേത്രത്തിലെത്തി. എന്താ കുട്ടിയുടെ മുഖത്തൊരു വാട്ടം? ശാന്തിക്കാരൻ പുഞ്ചിരിച്ചു. ഒന്നുമില്ല തിരുമേനി. കൃഷ്ണനുണ്ണിയെ അവിടെങ്ങും കണ്ടില്ല. അയാളെവിടെ? ആര്? കൃഷ്ണനോ? അവൻ വെളുപ്പിനെ പോയി. അമ്മയ്ക്ക് എന്തോ വയ്യ. കത്തു വന്നിരുന്നു ഇന്നലെ. ശ്രീകോവിലിന്റെ സോപാനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട പോലെ ഒറ്റപ്പെട്ട ഇടയ്ക്ക. തൊഴുത് അവൾ തിരിഞ്ഞു നടന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ വീണ്ടും കടന്നു വന്നു, ദൈർഘ്യമേറിയ പകലുകളും. അവൾ കാത്തിരുന്നു അവൻ്റെ മടങ്ങിവരവിനായി. ദിനരാത്രങ്ങൾ കടന്നുപോയി. എത്ര നേരമായി അച്ഛൻ വിളിക്കണു? കുട്ടിയെ! മുത്തശ്ശി വാതിലിൽ തട്ടി. അവൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. പിന്നെ മെല്ലെ വാതിലിന് നേരെ നടന്നു. വേഗം കുളിച്ച് ഉമ്മറത്തേക്ക് വരിക. എല്ലാവരും നിന്നെ കാത്തിരിക്കുക. എന്താ കാര്യം? അതൊക്കെയുണ്ട്. നീ വേഗം വാ കുട്ടിയെ. വിശാലമായ ഉമ്മറത്ത് അച്ഛനോടൊപ്പം ആനന്ദനമ്മാവനും അമ്മായിയും കുശലം പറഞ്ഞിരിക്കുന്നു. അവരുടെ മുന്നിലേക്ക് ലക്ഷ്മിക്കുട്ടി ചെന്നു. ആ ലക്ഷ്മി, ദാ അമ്മാവനും അമ്മായിയും വന്നത് കണ്ടില്ലേ? അമ്മായി എഴുന്നേറ്റ് വന്ന് ലക്ഷ്മിയുടെ കൈപിടിച്ച് അരികിലിരുത്തി. അവളുടെ മുടിയിൽ തലോടി. അവൻ അടുത്ത മാസം വരും പേർഷ്യന്ന്. നിനക്കെന്താ കൊണ്ടുവരേണ്ടതെന്ന് എഴുതി ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറയേണ്ടത്? ആനന്ദൻ ചോദിച്ചു. അവൾ അച്ഛൻ്റെ നേരെ നോക്കി. ദേവൻ നമ്പൂതിരി ചിരിച്ചു. കുട്ടിക്ക് മനസ്സിലായില്ലേ? നിന്റെ വേളിയുടെ കാര്യമാ പറയണേ. അവൾ തലകുനിച്ചിരുന്നു. കണ്ടോ ദേവേട്ട, പെണ്ണിന് നാണം വന്നു. മോൾ അകത്തേക്ക് പോയിക്കോ, അമ്മായി പറഞ്ഞു. എഴുന്നേറ്റ് മുഖത്ത് ഒരു ചിരി വരുത്തി അവൾ അകത്തേക്ക് പോയി. പെണ്ണിനെ കണ്ടല്ലോ. ഞങ്ങൾ കാണാത്ത കുട്ടിയൊന്നുമല്ലല്ലോ. എന്നാലും ഒരു ചടങ്ങിന് ചെക്കൻ വന്നൊന്ന് കാണട്ടെ. ആർഭാടം ഒന്നും ഒട്ടും കുറയ്ക്കണ്ട. എന്തിയേ അവളുടെ ഏട്ടൻ രഘു? ആ, അവൻ രജിസ്ട്രാറെ കാണാൻ പോയതാ, ദേവൻ നമ്പൂതിരി പറഞ്ഞു. ഉമ്മറത്തെ സംസാരം തുടർന്നു. ചെറിയമ്മ എന്തിനാ കരയണേ? അനന്തു ചോദിച്ചു. ഒന്നുമില്ല. മേശപ്പുറത്ത് ചില്ലുഭരണികളിൽ നിറഞ്ഞിരുന്ന മഞ്ചാടിമണികൾ അവൾ വാരിയെടുത്തു. അത് അനന്തുവിന് നൽകി. കുട്ടി പോയി കളിച്ചോളൂ. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഇടയ്ക്കയുടെ താളം കേട്ടാണ് കണ്ണു തുറന്നത്. കുളിച്ച് അവൾ ക്ഷേത്രത്തിലേക്ക് ഓടി. സോപാനത്തിൽ കൃഷ്ണനുണ്ണി സ്വയം മറന്ന് പാടുകയാണ്. പതിയെ അവൻ്റെ അരികിൽ നിന്ന് വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി. എവിടെയായിരുന്നു 2 ദിവസം? ഇടയ്ക്ക തോളത്തു നിന്നും ഇറക്കി കഴുക്കോലിൽ തൂക്കി അവൻ മൃദുവായി ചിരിച്ചു. അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു. വീട് വരെ ഒന്ന് പോയി. കൃഷ്ണ, കുട്ടിയുടെ പേരിൽ ഒരു തുളസിമാലയുണ്ടെന്ന്. മാല കെട്ടിക്കോളൂ. ഉവ്വ്. പിച്ചള തലകയെടുത്ത് കൃഷ്ണനുണ്ണി ചുറ്റുമതിലിൻ്റെ പുറത്തേക്കിറങ്ങി. വലം വെച്ച് തൊടുമ്പോൾ ഇടം കണ്ണിട്ട് അവൾ അവനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നോട് ദേഷ്യമാണോ? തലയുയർത്തി നോക്കി അവൻ ചിരിച്ചു. എന്തിനാ ദേഷ്യം? മറ്റൊരാളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. എന്നെ വിവാഹം കഴിക്കാമോ? എന്താ കുട്ടി ഈ പറയണേ? ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം വിശദമായി പറഞ്ഞതല്ലേ. ഇനി ഈ വിഷയം എടുക്കുന്നില്ല, ഉറച്ച ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. ഇന്ന് രാത്രി ഞാൻ ജനാലക്കരിയിൽ കാത്തു നിൽക്കും. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു തിരി തെളിയിക്കണം ഈ കല്ലുവിളക്കിൽ. അവൻ മുഖമുയർത്തി അവളെ നോക്കി. ശബ്ദം താഴ്ത്തി അവൾ വീണ്ടും പറഞ്ഞു, ഞാൻ കാത്തിരിക്കും. വെള്ളിക്കൊലുസുകൾ കിലുക്കി അവൾ ഓടി മറഞ്ഞു. വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ
അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അത്താഴം കഴിച്ചു എന്ന് വരുത്തി അവൾ മുകളിലെ മുറിയിലേക്ക് ഓടി. ജനൽപ്പാളികൾ ചേർത്തടച്ചു. നഖം കടിച്ച് ക്ലോക്കിലെ സൂചിയിൽ നോട്ടമുറപ്പിച്ച് കിടക്കയിൽ അവൾ കിടന്നു. സമയം ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ. ചുവരിലെ ക്ലോക്ക് സമയത്തെ വിളിച്ചറിയിച്ചു. പിടഞ്ഞെണീറ്റ് അവൾ ജനൽപ്പാളികൾ മലർക്കെ തുറന്നു. കൽവിളക്കിൽ അന്ധകാരം മൂടിക്കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ജനൽ കൊട്ടിയടച്ച് നിരാശയോടെ ഉറക്കമില്ലാത്ത രാത്രിയിലേക്ക് അവൾ മടങ്ങി. നേരം പുലർന്നു. മുറ്റത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം. ആനന്ദനമ്മാവൻ്റെ വരവാണ്. നേരം ഒരുപാട് വൈകിയിരിക്കുന്നു. അവൾ കിടക്കയിൽ നിന്നും പിടഞ്ഞെണീറ്റ് പടികളിറങ്ങി. ദേവേട്ടൻ ഒന്നിനും ഇറങ്ങണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അവൾ നമ്മുടെ കുട്ടിയല്ലേ. എന്തായാലും അവൻ വരുമ്പോഴേക്കും മൊത്തത്തിലൊരു ഒരുക്കം വേണം. ചുവരെല്ലാം വെള്ളം വലിപ്പിക്കണം. എല്ലാം ഞാൻ നോക്കിക്കോളാം. അവിടുത്തെ കാര്യം അവൾ നോക്കിക്കോളും. അതേതായാലും നന്നായി. ഏട്ടൻ ഇവിടെ ഉള്ളപ്പോൾ ഒന്നിനും ഒരു കുറവും വരില്ലെന്നറിയാം. അമ്മയുടെ ശബ്ദം. കുട്ടിയെ, ഇനി അധികം ദിവസമില്ല, വേളി ഇങ്ങെത്തി. മുത്തശ്ശി അവളുടെ നെറുകിൽ തലോടി. അവൾ തല കുമ്പിട്ടിരുന്നു. എന്തു പറ്റി നിനക്ക്? നിനക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ ഗോപൻ. നിന്റെ മുറച്ചെറുക്കനല്ലേ, പിന്നെന്താ? ഒന്നുമില്ല. അവൾ പടികൾ കയറി. നമ്മളെയൊക്കെ വിട്ടുപോകുന്നതിൻ്റെ വിഷമമാകും അവൾക്ക്. അമ്മ മുത്തശ്ശിയോട് പറയുന്നത് കേട്ടു. അവൾ ജാലകത്തിനരികിലേക്ക് ചെന്നു നിന്നു. കൃഷ്ണനുണ്ണി കളപ്പുരയുടെ അരികിലേക്ക് പോകുന്നത് കണ്ടു. അയാൾ അവിടെയാണ് താമസിക്കുന്നത്. നനച്ച തുണികൾ കുടഞ്ഞു വിരിച്ച് അയാൾ മുറിയിലേക്ക് കയറിപ്പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. രാത്രി ക്ഷേത്രത്തിൽ അത്താഴപൂജ നടക്കുകയാണ്. തിടപ്പള്ളിയുടെ അരികിൽ പാത്രങ്ങൾ കഴുകി വയ്ക്കുകയാണ് കൃഷ്ണനുണ്ണി. ഏയ്, അവൾ വിളിച്ചു. എന്താണ് കുട്ടി? ഓ, സന്തോഷം. തമ്പുരാട്ടി വിളി മാറിയല്ലോ. വലിയ സന്തോഷം. ഒരു തിരി തെളിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തോ? ഇല്ലല്ലോ. ആ തിരിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് തോന്നി. ഞാനായിട്ട് ഒരു ദോഷം വരാൻ പാടില്ല. അവൾ നിരാശയോടെ അവനെ നോക്കി നിന്നു. എൻ്റെ വേളി നിശ്ചയിച്ചു. നല്ല കാര്യം. പക്ഷേ എന്നോട് ആരും സമ്മതം ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചാൽ ഞാൻ കൃഷ്ണനുണ്ണിയുടെ പേര് പറയട്ടെ? അച്ഛന് എന്നെ മനസ്സിലാവും. വേണ്ട, കുട്ടി വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല അതൊന്നും. കുട്ടിയുടെ അമ്മാവൻ വന്നിരുന്നു. കുറേ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കോലോത്തെ തമ്പുരാട്ടിക്ക് കൊട്ടിപ്പാടാൻ വന്നവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരണം. ഗോപൻ നല്ല പയ്യനാ. എല്ലാം കൊണ്ടും കുട്ടിക്ക് നല്ല ചേർച്ചയുണ്ട്. ആ വിവാഹം നടക്കണം. അതേ നടക്കാൻ പാടുള്ളൂ. ആശ്രിതന്റെ ആഗ്രഹങ്ങൾക്ക് അതിര് വേണം. അർഹതയില്ലാത്തത് ആശിക്കാതിരിക്കാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട്. നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ച് അവൾ പറഞ്ഞു. എനിക്കും ഒരുപാട് പറയാനുണ്ട്. അതൊറ്റ വാക്കിൽ പറയാം. ഈ വിവാഹം നടക്കില്ല. എൻ്റെ മനസ്സിൽ എന്നേ എൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞു. ഇനി അഥവാ നിർബന്ധപൂർവം നടത്തുകയാണെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല. ഏയ്, എന്താ കുട്ടി ഈ പറയുന്നത്? സത്യം, ഭഗവാന്റെ മുന്നിൽ വെച്ച് ഞാൻ ചെയ്യുന്ന സത്യം. ഇന്ന് രാത്രി കുളപ്പടവിൽ ഞാൻ കാത്തിരിക്കും. വരണം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വരണം. ഇല്ലെങ്കിൽ
ബാക്കി മുഴുമിക്കാതെ അവൾ തിരിഞ്ഞോടി. അയാൾ അവളെ നോക്കിയിരുന്നു. നട തുറന്നു. തീർത്ഥം പുറത്തേക്ക് തളിച്ച് ശാന്തിക്കാരൻ ചോദിച്ചു, എവിടെ ലക്ഷ്മി? ആ കുട്ടി പോയി. തൊഴുതു നിന്ന് കൃഷ്ണനുണ്ണി പറഞ്ഞു. എന്തേ പതിവില്ലാണ്ട് പോയത്? അറിയില്ല. വേളി നിശ്ചയിച്ചില്ലേ? അതിൻ്റെ തിരക്കാവും അല്ലേ കൃഷ്ണ? ആവും. കുട്ടി നല്ല മിടുക്കിയല്ലേ? ശരിക്കും ലക്ഷ്മി എന്നെ. രാത്രി കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കൃഷ്ണനുണ്ണി കിടന്നു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. തന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ആ കുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ ഈ ജന്മത്തിൽ തനിക്ക് സ്വസ്ഥത കിട്ടില്ല. ദൂരെ എവിടെയോ നായ്ക്കൾ കൂട്ടമായി കൂവി. അയാൾ എഴുന്നേറ്റ് പുറത്തിറങ്ങി. മെല്ലെ മുന്നോട്ട് നടന്നു. കളപ്പുരയുടെ മുന്നിലേക്ക് ചെന്ന അയാൾ നടുങ്ങി. അവിടെ 2 നിഴലുകൾ ചലിച്ചു. ആരാത്? അയാൾ ചോദിച്ചു. കാര്യസ്ഥൻ നാരായണനും കൊച്ചുപിള്ളയും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. നെല്ല് നിറഞ്ഞ ചാക്കുകൾ മറച്ചു പിടിച്ചുകൊണ്ട് കൊച്ചുപിള്ള നിന്നു. പരിഭ്രമത്തോടെ അവർ കൃഷ്ണനുണ്ണിയെ തുറിച്ചു നോക്കി. ചുറ്റും നോക്കി നാരായണൻ അയാളുടെ അടുത്തേക്ക് വന്നു. കൃഷ്ണ, ഒച്ച വെക്കരുത്. കാശിന് ഇത്തിരി അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് മോഷ്ടിക്കണോ? തമ്പുരാൻ അറിഞ്ഞാലുണ്ടല്ലോ. നീ ക്ഷമിക്കേ. നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അദ്ദേഹം ഇതൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചത്. എൻ്റെ പൊന്നു കൃഷ്ണ, ഒരു കയ്യബദ്ധം പറ്റി. നീ ക്ഷമിക്കേ. നീ വലിയ ഹരിചന്ദ്രനൊന്നും കളിക്കണ്ട. ക്ഷേത്രത്തിലെ ഉരുളിയും വിളക്കും ഒക്കെ ഞങ്ങളൊന്ന് നോക്കട്ടെ. അപ്പോൾ അറിയാം നിന്റെ സത്യസന്ധത, കൊച്ചുപിള്ള പറഞ്ഞു. ഓഹോ, എങ്കിലത് തീരുമാനിക്കാം. ഇപ്പം തന്നെ തമ്പുരാനെ വിളിക്കാം. വിളക്ക് മാത്രമല്ല, പത്തായത്തിന് നെല്ലിൻ്റെ കണക്ക് കൊടുക്കാം. എന്തേ? നാരായണൻ കൃഷ്ണനുണ്ണിയെ തൊഴുതു. എൻ്റെ പൊന്നു കൃഷ്ണ, എടുത്തത് തിരിച്ചു വച്ചേക്കാം. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്. ഇനി ഒരിക്കലും ഞങ്ങളിത് ചെയ്യില്ല. കൃഷ്ണനുണ്ണി കൊച്ചുപിള്ളയെ തുറച്ചു നോക്കിക്കൊണ്ടു നിന്നു. അവർ കളപ്പുര തുറന്ന് ചാക്കുകൾ തിരികെ വെച്ചു. നാരായണൻ താക്കോൽ കൃഷ്ണനുണ്ണിയെ ഏൽപ്പിച്ചു. പോരെ, വിശ്വാസമായില്ലേ? കൃഷ്ണനുണ്ണി ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ പൊക്കോട്ടെ കൃഷ്ണ. നാരായണൻ മുന്നിൽ നടന്നു. കൃഷ്ണനുണ്ണിയെ തുറിച്ചു നോക്കിക്കൊണ്ട് കൊച്ചുപിള്ള അയാളെ അനുഗമിച്ചു. അവർ ഇരുളിൽ മറഞ്ഞു. കൃഷ്ണനുണ്ണി തിരികെ മുറിയിലേക്ക് പോയി. വാതിൽ പൂട്ടി. ലക്ഷ്മിക്കുട്ടി കുളക്കരയിൽ കാത്തിരിക്കുമോ? കുളത്തിലെ ഓളങ്ങളിൽ ചന്ദ്രബിംബം ഇളകിത്തുള്ളി. അതിനെ നോക്കിക്കൊണ്ട് ലക്ഷ്മിക്കുട്ടി പടവിലിരുന്നു. ജലത്തിൽ പതിച്ച വെള്ളി നിലാവിൻ്റെ വെളിച്ചം അവളുടെ മുഖത്ത് ഓളം വെട്ടി. അത് അവളുടെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. ഈ സമയം കൃഷ്ണനുണ്ണി അസ്വസ്ഥനായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. പാടവരമ്പിലൂടെ വേഗത്തിൽ നടക്കുകയാണ് നാരായണനും കൊച്ചുപിള്ളയും. അവൻ ഈ രാത്രിയിൽ എങ്ങനെ ഇറങ്ങി വന്നു? ഓ, എന്തായാലും രക്ഷപ്പെട്ടല്ലോ. ആര് രക്ഷപ്പെട്ടു? അവൻ നാളെ തമ്പുരാനോട് പറയില്ലെന്ന് എന്താ ഉറപ്പ്? കൊച്ചുപിള്ള ചോദിച്ചു. നാരായണൻ നിന്നു. തലതിരിച്ച് കൊച്ചുപിള്ളയെ നോക്കി. അതുകൊണ്ട് അവനിനി മിണ്ടരുത്. നേരം വെളുത്താൽ ചിലപ്പോൾ അവൻ്റെ മട്ടുമാറും. പിന്നെ നമ്മൾ ഈ നാട്ടിൽ നിന്നേ പോകേണ്ടി വരും. ഇനി ഒരിക്കലും നമുക്ക് അവൻ്റെ മുന്നിൽ നിവർന്നു നിൽക്കാൻ കഴിയില്ല. ചിന്തിച്ചു നോക്ക്. അപ്പോ ഇനി നമ്മൾ എന്തു ചെയ്യും? ഇനി അവൻ മിണ്ടരുത്. ഈ രാത്രി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. നാരായണൻ കൊച്ചുപിള്ളയുടെ മുഖത്തേക്ക് നോക്കി.
നീ പറ, ഞാനെന്താ ചെയ്യേണ്ടത്? കൊച്ചുപിള്ള നാരായണന് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. വാതിൽ തുറന്ന് കൃഷ്ണനുണ്ണി പുറത്തിറങ്ങി. പരിസരം വീക്ഷിച്ചു. കളപ്പുരയുടെ മുന്നിലൂടെ മെല്ലെ നടന്നു. കുളപ്പടവിലേക്ക് ഇറങ്ങിച്ചെന്നു. പടവിലിരുന്ന ലക്ഷ്മിക്കുട്ടി വിടർന്ന മുഖത്തോടെ ചാടി എഴുന്നേറ്റു. അയാളുടെ അരികിലേക്ക് വന്നു. കുട്ടി എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ആരെങ്കിലും അറിഞ്ഞാൽ അതോടെ തീരുമല്ല. ഞാൻ മരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയാം. എന്തായാലും വന്നല്ലോ, എനിക്കത് മതി. ആ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ലെന്നറിയാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെന്നോട് പറയില്ലെന്നും എനിക്കറിയാം. ആ മനസ്സിനെയാണ് ഞാൻ സ്നേഹിച്ചത്. അതുകൊണ്ട് മാത്രമാണ് മറക്കാൻ പറ്റാത്തത്. എല്ലാവർക്കും നന്മ വരുന്നത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അവൾ മഞ്ചാടിമണികൾ നിറച്ച ചിത്രപ്പണികളുള്ള ചില്ലുപാത്രം കൃഷ്ണന്റെ നേരെ നീട്ടി. ദാ, ഇത് സൂക്ഷിക്കണം, എൻ്റെ ഓർമ്മയ്ക്ക്. ഞാൻ കൃഷ്ണനെ നിർബന്ധിക്കില്ല. അയാൾ അത് വാങ്ങി. കരിവളകൾ അയാളുടെ കയ്യിലേക്ക് വച്ചു കൊടുത്തു. ഇത് എൻ്റെ കൈകളിൽ ഇട്ടു തരുമോ? അവൾ അയാൾക്ക് നേരെ കൈകൾ നീട്ടി. ആ കുപ്പിവളകൾ അയാൾ അവളുടെ കൈകളിൽ അണിയിച്ചു. മതി, ഇത് മതി. അവൾ പുഞ്ചിരിച്ചു. ഇനി കുട്ടി പോയിക്കൊള്ളൂ. ആരെങ്കിലും അറിയും, അന്വേഷിക്കും. നേരം പുലർച്ചയാകുന്നു. പോയിക്കൊള്ളൂ. എല്ലാം മറക്കണം. പഴയ കളിയും ചിരിയും ഇനിയും ഈ മുഖത്ത് വേണം. അവൾ മെല്ലെ പടവുകൾ കയറി. ഡാ! കൃഷ്ണനുണ്ണി നടുങ്ങി. ആനന്ദൻ കുളപ്പടവിലേക്ക് ഇറങ്ങുന്ന വാതിൽ നിറഞ്ഞു നിന്നു. അമ്മാവ, ഞാൻ... ലക്ഷ്മിക്കുട്ടിയുടെ മുഖമടിച്ച് അടി വീണു. ഉരുമ്പെട്ടവളെ! അവൾ പടിയിലേക്ക് വീണു. ഡാ നായേ! അയാൾ കുളപ്പടവിലേക്ക് ഓടിയിറങ്ങി. കൃഷ്ണനുണ്ണിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അയാൾ കുളത്തിലേക്ക് മറിഞ്ഞു വീണു. ഒച്ചക്കരുത്, ചവിട്ടി താഴ്ത്തളാ ഈ നായേ! ലക്ഷ്മിക്കുട്ടിയുടെ കൈകളിൽ പിടിച്ചുയർത്തി വലിച്ചുകൊണ്ട് അയാൾ കുളപ്പുര കടന്നുപോയി. വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്ന കൃഷ്ണനുണ്ണിയുടെ മുന്നിൽ കാര്യസ്ഥൻ നാരായണനും കൊച്ചുപിള്ളയും പുഞ്ചിരിയോടെ നിന്നു. ആനന്ദൻ തമ്പുരാനെ ഞങ്ങളാ വിളിച്ചുണർത്തിയത്. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, തീർത്തേക്കാൻ. അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി. അച്ഛന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൃഷ്ണനുണ്ണി പാവമാണ്. ഞാൻ നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ്. അയാളെ ഒന്നും ചെയ്യല്ലേ. എടീ! ആനന്ദൻ മുന്നോട്ട് കുതിച്ചു. മതി! ദേവൻ നമ്പൂതിരി തടഞ്ഞു. എവിടെ അവൻ? കൃഷ്ണനുണ്ണി. അത് അസ്വസ്ഥതയോടെ ആനന്ദൻ പറഞ്ഞു. കുളത്തിലുണ്ട്, കൊണ്ടുവാ. ദേവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെവിടെ കൊണ്ടുവരാൻ ഞാൻ ചോദിക്കട്ടെ? ലക്ഷ്മി പ്രതീക്ഷയോടെ അച്ഛൻ്റെ നേരെ നോക്കി. അത് അവനെ ഇപ്പൊ തീർത്ത് കാണും. അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി. കുളത്തിന് ചുറ്റും ജനങ്ങൾ തിരക്ക് കൂട്ടി. പടവിൽ ചിതറിക്കിടക്കുന്ന മഞ്ചാടിമണികൾ, പാതി തുറന്ന കണ്ണുകൾ, വിളറിയ ചുണ്ടുകളിൽ നീലനിറം
പടർന്നു കയറിയിരിക്കുന്നു. പടവിൽ കിടക്കുന്ന കൃഷ്ണനുണ്ണി. കുളത്തിലെ ഓളങ്ങളിൽ ശരീരം ചെറുതായി ഇളകിക്കൊണ്ടിരിക്കുന്നു. ഒരു നോട്ടം അവൾ കണ്ടു. തലച്ചോറിൽ മിന്നൽ ഉളഞ്ഞു കയറി. ഒരു വലിയ അലർച്ചയോടെ ലക്ഷ്മിക്കുട്ടി പിന്നിലേക്ക് വീണു. ഭ്രാന്തമായി അലറി വിളിച്ച അവൾ മുറിയിൽ അടയ്ക്കപ്പെട്ടു. തൻ്റെ സ്വപ്നങ്ങൾ കൂട്ടിവെച്ച മഞ്ചാടിമണികൾ മുറിയിൽ വാരിയെറിഞ്ഞ് അലറിക്കരയുന്ന ചെറിയമ്മയെ അനന്തു ജനാലയിലൂടെ നോക്കി നിന്നു. അവൻ്റെ കുഞ്ഞു കണ്ണുകളും നിറഞ്ഞിരുന്നു. ഓർമ്മകളിൽ നിന്നും ലക്ഷ്മിക്കുട്ടി ഉണർന്നു. നേരം പുലർന്നിരിക്കുന്നു. മുറ്റത്ത് ഏതോ ഒരു വാഹനം വന്നിരിക്കുന്നു. നരപടർന്ന തലമുടി മാടിയൊതുക്കി നിരന്നു വീണ് കിടക്കുന്ന മഞ്ചാടിമണികൾക്ക് മുകളിലൂടെ അവൾ മെല്ലെ നടന്നു. ജനാലയിലൂടെ അവൾ താഴേക്ക് നോക്കി. ഡോർ തുറന്ന് പുറത്തിറങ്ങിയ സുമുഖനായ ചെറുപ്പക്കാരൻ മുകളിലേക്ക് നോക്കി. അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവൻ തന്നെ, രഘുവേട്ടന്റെ മകൻ, തൻ്റെ അനന്തകുട്ടൻ, അനന്തപത്മനാഭൻ. താനാണ് അവന് പേരിട്ടത്. താൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൂട്ടുവന്നിരുന്ന കുസൃതി ചെക്കൻ അങ്ങ് വളർന്നിരിക്കുന്നു. അനന്തു ചുറ്റും നോക്കി. തറവാട് പഴകിയിരിക്കുന്നു. എങ്കിലും ഒരുപാട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കാലമേറെ കടന്നുപോയിരിക്കുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഇവിടെ നിന്നും പറിച്ചു മാറ്റിയപ്പോഴേ ഓർത്തതാണ് എന്നെങ്കിലും ഒരിക്കൽ ഇവിടെ വരണമെന്ന്. വിദേശത്തെ ജീവിതവും തിരക്കിലും പെട്ട് കാലമേറെ കടന്നുപോയിരിക്കുന്നു. അവൻ മുറ്റത്തുനിന്ന് മുകളിലേക്ക് നോക്കി. ദ്രവിച്ചു തുടങ്ങിയ തറവാട്. കാറിനുള്ളിൽ നിന്നും മഞ്ചാടിമണികൾ നിറച്ച ഒരു വലിയ പെട്ടി പുറത്തെടുത്തു. ചെറിയമ്മയ്ക്കുള്ള സമ്മാനം. ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തണമെന്ന് അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അന്ന് ചെറിയമ്മയെ എല്ലാവരും മുറിയിലിട്ട് പൂട്ടിയ ദിവസം അമ്മയോടൊപ്പം തറവാട്ടിലേക്ക് അച്ഛൻ തന്നെ പറഞ്ഞയച്ചു. പിന്നീട് കാലമേറെ കഴിഞ്ഞപ്പോൾ തറവാട് വിട്ട് മുത്തശ്ശിയും അച്ഛനോടൊപ്പം ഇറങ്ങി. അതിശയിപ്പിക്കുന്ന ഒരുപാട് കഥകളുമായി. കാര്യസ്ഥൻ നാരായണേട്ടൻ്റെ കഥയാണ് അതിലൊന്ന്. കൃഷ്ണനുണ്ണിയുടെ മുങ്ങി മരണത്തിന് ശേഷം ദുരന്തങ്ങൾ തറവാടിനെ തേടിയെത്തി. ഒരിക്കൽ സന്ധ്യ കഴിഞ്ഞ കുളത്തിൽ കുളിക്കാനിറങ്ങിയതാ നാരായണൻ. സാമാന്യ ധൈര്യശാലിയായിരുന്നു നാരായണൻ. ആനന്ദനമ്മാവന്റെ മുന്നിൽ നിന്ന് വെള്ളത്തിൽ മുങ്ങിയ നാരായണൻ പിന്നെ ഉയർന്നില്ല. പകരം ഒരു രൂപമുയർന്നു വന്നു. അത് കണ്ട് ആനന്ദനമ്മാവൻ തളർന്നു വീണതാ. രക്ഷസ് നാരായണനെ കുളത്തിമുക്കി കൊന്നു അത്രേ. താൻ ഭയന്നു. നാരായണനെ വകവരുത്തിയത് രക്ഷസാണെന്നും അല്ലെന്നും രണ്ട് സംസാരമുണ്ടായി. പക്ഷേ ഏറെ താമസിക്കാതെ സംശയം മാറി. നാരായണന്റെ സന്തത സഹചാരിയായിരുന്ന കൊച്ചുപിള്ളയും മരിച്ചു. കൊച്ചുപിള്ളയുടെ മരണമാണ് കൂടുതൽ ഭീകരം. പാടത്ത് ചളിയിൽ പുതഞ്ഞ നിലയിലാണ് കൊച്ചുപിള്ളയെ കിട്ടിയത്. വായിലും മൂക്കിലുമെല്ലാം ചളി നിറഞ്ഞിരുന്നു. അത്ഭുതമെന്തെന്ന് വെച്ചാ കഴുത്തിലെ ഞരമ്പ് മുറിഞ്ഞ് പുറത്തേക്ക് തെറിച്ചു നിൽപ്പുണ്ടായിരുന്നു. ആർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല. അത് എന്റെ സംശയം വർദ്ധിപ്പിച്ചു. അങ്ങനെയാണ് പ്രശ്നം വച്ചത്. രക്ഷസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. അതോടെ എല്ലാവരും ഭയപ്പെട്ടു. പ്രശ്നവിധി പ്രകാരം 4 പാട്ട് പോറ്റിമാർ വന്ന്
51 ദിവസത്തെ മാന്ത്രിക കർമ്മങ്ങൾക്ക് ശേഷമാണ് രക്ഷസിനെ ശുദ്ധീകരിച്ച് തളച്ചത്. അനന്തു കൽവിളക്കിൽ തിരിയിട്ട് എണ്ണയൊഴിച്ച് കത്തിച്ചു. പകൽ വെളിച്ചം വീണുകിടക്കുന്ന മുറ്റത്തെ മഞ്ഞുകണങ്ങൾ വീണുകിടന്നു. മഞ്ചാടിക്കുരു നിറച്ച പെട്ടി കയ്യിലെടുത്ത് അകത്തേക്ക് കയറുമ്പോൾ ബാല്യത്തിലെ ഓർമ്മകൾ ഓടിയെത്തി. പടിക്കെട്ടിന് താഴെ നിന്ന് അവൻ മുകളിലേക്ക് നോക്കി. മരപ്പടികളിൽ ചിതറിക്കിടക്കുന്ന മഞ്ചാടിമണികൾ. അയാൾ മുകളിലേക്ക് കയറി. വാതിൽ പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ്. ചെറിയ വിടവിലൂടെ അകത്തേക്ക് നോക്കി. മുറിയുടെ നടുക്കു സ്ഥാപിച്ച വലിയ മരക്കുറ്റിയും അതിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയും കണ്ടു. ചെറിയമ്മ തന്നെ തിരിച്ചറിയുന്നുണ്ടാവുമോ? വാതിലിൻ്റെ ഒരു വശത്തായി ചെറിയ ഒരു കിളിവാതിൽ. അതിലെ പഴുതിലൂടെ അയാൾ കയ്യിലെ മഞ്ചാടിമണികൾ ഉള്ളിലേക്ക് വിതറി. അതിനപ്പുറത്ത് ചാരിയിരുന്ന ലക്ഷ്മിക്കുട്ടി ശിരസിലേക്ക് ചിതറി വീഴുന്ന മഞ്ചാടിമണികളുടെ ഒപ്പം ആനന്ദത്തിൻ്റെ കണ്ണുനീരും പൊഴിച്ചു. അനന്തു പടികളിറങ്ങി ഇടനാഴിയിലൂടെ വരാന്തയിലേക്കെത്തി. പ്രായമുള്ള ഒരാൾ അവിടെ കാത്തുനിൽപ്പുണ്ട്. എവിടുന്ന് വരുവാ? കാവിൽ തിരിവെക്കുന്നത് കണ്ടു. ഈ തറവാട്ടിലെയാ? അതെ. മഞ്ചാടി എറിയാൻ വന്നതാണോ? ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് പേര് വരാറുണ്ട്, അറിഞ്ഞും കേട്ടുമൊക്കെ. ഞങ്ങൾ ഇവിടെയുള്ള കുറച്ചു പേര് ചേർന്ന് കാവിൽ അന്തിത്തിരി കത്തിക്കാറുണ്ട്. നല്ല കാര്യം. ഇതിരിക്കട്ടെ. അനന്തു പേഴ്സിൽ നിന്നും കുറച്ച് പണമെടുത്ത് അയാൾക്ക് നൽകി. സാറ് എവിടെ നിന്നാണെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാലും അറിയാൻ വഴിയില്ല. അകത്തുള്ള ആളിന് എന്നെ നന്നായി അറിയാം. അതുപോലെ ഡോറടച്ച് കാർ മുന്നോട്ട് നീങ്ങി. പടിപ്പുര കടന്ന് അത് പുറത്തേക്ക് പോയി. ചങ്ങലയുടെ പരിധിയിൽ നിന്ന് ലക്ഷ്മിക്കുട്ടി ജാലകത്തിലൂടെ എത്തി നോക്കി. കാർ ദൂരേക്ക് അകന്നുപോയി. കാഴ്ചയിൽ നിന്നും മറഞ്ഞു. തറയിൽ ചിതറിക്കിടക്കുന്ന മഞ്ചാടിമണികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. അവൾ ചിരിച്ചു. അടിഭാഗമില്ലാത്ത മുളനാഴിയിൽ ചിതറിക്കിടക്കുന്ന മുഴുവൻ മഞ്ചാടികളും അളന്നെണ്ണി തീർത്താൽ തനിക്ക് മോക്ഷം. ഒരിക്കലും അവസാനിക്കാത്ത ഒരു വ്യവസ്ഥ. അവൾ പുഞ്ചിരിച്ചു. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുമായി ഇവിടെ ഈ മുറിയിൽ ജാലകത്തിലൂടെ ഇളം കാറ്റുമേറ്റ് കാലാന്തരത്തോളം കൃഷ്ണനുണ്ണിയെ പ്രണയിക്കുവാൻ കഴിയുന്നതിലുപരി എന്താനന്ദമാണ് മോക്ഷത്തിലുള്ളത്. മോക്ഷം. നാലുംപാട്ടില്ലത്തെ മാന്ത്രികരുടെ ഔദാര്യം. ഭ്രാന്തമായി മാറിയ തൻ്റെ പ്രണയത്തെ മുറിയിലടച്ചപ്പോഴും നാരായണനെ കുളത്തിൽ മുക്കി താഴ്ത്തിയപ്പോഴും കൊച്ചുപിള്ളയുടെ കഴുത്തിലെ ഞരമ്പ് കടിച്ചു മുറിച്ച് പാടത്തെ ചെളിയിൽ ചവിട്ടിത്താഴ്ത്തിയപ്പോഴും ഭ്രാന്തമായി മാറിയ തൻ്റെ പകയെ ചങ്ങലക്കിട്ടപ്പോഴും തനിക്കുണ്ടായിരുന്ന രൗദ്രഭാവമില്ല ഇപ്പോൾ. ക്ഷേത്രത്തിന് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒറ്റത്തിരിയിലേക്ക് അവൾ നോക്കി. കാറ്റത്ത് അത് ചെറുതായി ഉലയുന്നുണ്ട്. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഒരു നിശ്വാസത്തോടെ അവൾ ഓർത്തു, ഈ മുറിയിൽ ഇപ്പോൾ ഭ്രാന്തൊടുങ്ങിയ, പകയൊടുങ്ങിയ സാത്വിക പ്രണയത്തിൻ്റെ മൂർത്തീഭാവമായ രക്ഷസാണ് താനിപ്പോൾ. ബ്രഹ്മരക്ഷസ്.